വീണ്ടും കടലിൽ കണ്ടെയ്നറുകൾ വീണിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇത്തവണ ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്ക് ഇടയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ചരക്ക് കപ്പലിൽ തീപിടുത്തമുണ്ടാവുകയും അതിനെ തുടർന്ന് 50ഓളം കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ കപ്പലിലാണ് തീപിടുത്തമുണ്ടായത്. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയുന്നു. ലതീഷ് ചേരുകയാണ് കോഴിക്കോട്. ലതീഷ്, ഈ കൊച്ചി തീരത്തിന് സമീപമുണ്ടായ കപ്പൽ അപകടം അതിന്റെ പ്രതിസന്ധികൾ തീരുന്നതേ ഉള്ളൂ. ഇപ്പോഴിതാ കോഴിക്കോട് തീരത്തിന് സമീപം മറ്റൊരു കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത്? മനോ, ചരക്ക് കപ്പലിലാണ് തീപിടുത്തം ഉണ്ടായത്. ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്കിടയിലാണ് ഈ അപകടം നടന്നത്. ഈ അപകട സ്ഥലത്തേക്ക് കോസ്റ്റ് ഗാർഡും നേവിയും തിരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 40 ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നു. കുറച്ച് ജീവനക്കാർ ചാടി രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളും അനൌദ്യോഗിക വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ബേപ്പൂരിൽ നിന്ന് 45 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം നടന്നത്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് ചരക്കുമായി പോകുന്ന കപ്പലാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിനായി കോസ്റ്റ് ഗാർഡും നേവിയും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അപകടത്തിന് സമാനമായ രീതിയിൽ തന്നെ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഈ ചരക്ക് കപ്പലിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരം പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. തീർച്ചയായും മറ്റൊരു ആശങ്ക കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ് ലതീഷ്. ഈ പറഞ്ഞതുപോലെ ആ ചരക്ക് കപ്പലിൽ എന്തായിരുന്നു, വീണ കണ്ടെയ്നറുകളിൽ എന്തായിരുന്നു, അപകടകരമായ വസ്തുക്കളുണ്ടോ എന്നതടക്കമുള്ള ആശങ്കകൾ വീണ്ടും നമ്മുടെ തീരപ്രദേശത്തേക്ക് ഉയരുകയാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ. തീർച്ചയായും അത്തരം കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. എന്തായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത്. ആ നിലയിൽ പരിശോധിക്കുകയാണെങ്കിൽ ചരക്ക് കപ്പലിന് തീപിടിച്ചിരിക്കുന്നു. 45 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. 40 ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം 50 കണ്ടെയ്നറുകൾ അടങ്ങിയ ഒരു കപ്പലാണ് ഇത്തരത്തിൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് 50 കണ്ടെയ്നറുകൾ കടലിൽ വീണിരിക്കുന്നു, അങ്ങനെയല്ലേ? 50 കണ്ടെയ്നറുകൾ പൂർണ്ണമായി കടലിലേക്ക് പതിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. 50 കണ്ടെയ്നർ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ജീവനക്കാർ കുറച്ചുപേർ കപ്പലിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി എന്നുള്ള വിവരവും കൂടി. അതായത് വാൻഹായ് 503 അതാണ് കപ്പലിന്റെ പേരെന്നാണ് അറിയാൻ കഴിയുന്നത്. വാൻഹായ് 503 എന്നാണ് കപ്പലിന്റെ പേര്. അതിൽ 18 ജീവനക്കാർ കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു എന്ന വിവരങ്ങൾ വരുന്നു. ലതീഷ, ഇപ്പോൾ നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ, നേവിയുടെ കപ്പലും കോസ്റ്റ് ഗാർഡിന്റെ സംവിധാനങ്ങളും ഒക്കെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ടോ? വിവരം അറിഞ്ഞ ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് നേവിയും ഈ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം, ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ള നിലയിലായിരിക്കും പ്രാഥമികമായി ആദ്യമായി മുൻഗണന ഉണ്ടാവുക. ആ നിലയിൽ ജീവനക്കാരായിരുന്ന 40 ആളുകളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. 18 പേർ സൂചിപ്പിച്ച പോലെ തന്നെ 18 പേർ കടലിലേക്ക് ചാടി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ സ്ഥലത്തേക്ക് നേവിയും അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും വിദഗ്ധരായ സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇവർ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനോ, അതായത് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ ഇടയിൽപ്പെട്ട പുറംകടൽ പ്രദേശത്താണല്ലേ അപകടം സംഭവിച്ചത്? തീർച്ചയായും ബേപ്പൂരിനും അഴീക്കലിനും ഇടയിൽ, ബേപ്പൂരിൽ നിന്ന് 45 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം നടന്നതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടേക്കാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ ബേപ്പൂരിൽ നിന്നും കോസ്റ്റ് ഗാർഡ് തിരിച്ചിട്ടുണ്ട്. ഒപ്പം കൊച്ചിയിൽ നിന്നുള്ള അതെ, നേവി സംഘവും അവിടെ, കൊച്ചിയിൽ നിന്ന് നേവി സംഘവും അവിടേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മനു.